വീടുകളെ സ്നേഹിക്കുന്ന എല്ലാവർക്കും മെട്രോ ലാൻഡ് റിയൽറ്റേഴ്സ് ആൻഡ് ഹോം കെയറിൻ്റെ പുതിയൊരു ഹോം ടൂറിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് എറണാകുളം ജില്ലയിൽ പൂനമ്മാവിന് വളരെ അടുത്തായി കൊങ്ങോർപ്പിള്ളി എന്ന ലൊക്കേഷനിലുള്ള 4.5 സെൻറ്റ് സ്ഥലത്ത് 1570 സ്ക്വയർ ഫീറ്റിൽ 3 അറ്റാച്ച്ഡ് ബെഡ്റൂമുകളോട് കൂടി വളരെ മനോഹരമായി നിർമ്മിച്ചിട്ടുള്ള ഒരു പുതുപുത്തൻ വീടാണ്. എറണാകുളം ഇടപ്പള്ളി ലുലു മാളിലേക്ക് ഈ പ്രോപ്പർട്ടിയിൽ നിന്നും 12 കിലോമീറ്ററും പൂനമ്മാവിലേക്ക് 3 കിലോമീറ്ററും കൊങ്ങോർപ്പിള്ളി ജംഗ്ഷനിലേക്ക് ഇവിടെ നിന്നും 300 മീറ്ററും ആലുവ മെട്രോ സ്റ്റേഷനിലേക്ക് 8 കിലോമീറ്ററുമാണ് ഈ വീട്ടിൽ നിന്നുള്ള ദൂരം. ബ്രിക്സുകൾ കൊണ്ട് കെട്ടിപ്പൊക്കിയ ഒരു സ്ട്രക്ചർ എന്നതിലുപരി വീടിന് ഒരു ആത്മാവ് വേണമെന്നാണ് പറയാറുള്ളത്. അതിനോട് പൂർണ്ണമായും നീതി പുലർത്തും വിധമാണ് ഈ ഒരു വീട് നിർമ്മിച്ചിട്ടുള്ളത്. എറണാകുളം ജില്ലയിൽ ഏറ്റവും ആകർഷണീയമായിട്ടുള്ള ഒരു ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. നഗരഹൃദയത്തിൽ ശാന്തസുന്ദരമായ തിരക്കുകളിൽ നിന്ന് ഒഴിഞ്ഞ ഒരിടത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. നഗരത്തിലെ കോൺക്രീറ്റ് കാടുകളിൽ നിന്നും പച്ചപ്പിൻ്റെ തുരുത്തുകൾ തേടുന്നവർക്കായി എല്ലാവിധ സൗകര്യങ്ങളോടും കൂടി പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ അനുയോജ്യമായ ഒരു വീട് തന്നെയാണ് ഇത്. ഒരു ഗ്രാമാന്തരീക്ഷത്തിൽ നല്ല അയൽക്കാരോടൊപ്പമുള്ള ഒരു സൗഹൃദം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ്. ഈ വീടിൻ്റെ ഓരോ വർക്കുകളും അതിസൂക്ഷ്മതയോടെയും കൃത്യതയോടെയുമാണ് ഈ വീടിൻ്റെ നിർമ്മാണ ഘട്ടത്തിൽ ഉടമ നിർവഹിച്ചിട്ടുള്ളത്. വളരെ ശാന്തസുന്ദരമായ പ്രകൃതി രമണീയമായ ഒരു ഏരിയയിലാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത്. എറണാകുളം ജില്ലയുടെ എല്ലാ പ്രദേശങ്ങളിലേക്കും വളരെ പെട്ടെന്ന് എത്തിച്ചേരാൻ സാധിക്കുന്ന ഒരു ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. മാർക്കറ്റ്, സ്കൂൾ, ഹോസ്പിറ്റൽ, ആരാധനാലയങ്ങൾ, ബാങ്ക് എന്നീ എല്ലാവിധ സൗകര്യങ്ങളും തൊട്ടടുത്തായി സ്ഥിതി ചെയ്യുന്നുണ്ട്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത്. ഈ വീടിൻ്റെ മുന്നിലൂടെ അതിവിശാലമായ ഒരു ടാറിംഗ് റോഡാണ് കടന്നു വരുന്നത്. ഈ വീടിന് വളരെ ഭംഗിയുള്ള ഒരു പെയിൻറ്റിംഗ് വർക്കുകളാണ് ചെയ്തിട്ടുള്ളത്. വൈറ്റും ഗ്രേയും കളർ കൊടുത്ത് വളരെ മനോഹരമാക്കി തീർത്തിട്ടുള്ള ഒരു കളർ കോമ്പിനേഷനാണ് നമുക്ക് ഈ വീടിനെ നോക്കിക്കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ LED ലൈറ്റുകളെല്ലാം കൊടുത്ത് വളരെ മനോഹരമാക്കിയിട്ടുള്ള ഒരു സുന്ദര മനോഹരമായ ഒരു വീടാണ് ഇത്. ഈ വീടിന് നല്ലൊരു ചുറ്റുമതിലാണ് കൊടുത്തിട്ടുള്ളത്. മുൻഭാഗത്തായി ഒരു സ്ലൈഡിംഗ് ഗേറ്റും ഒരു ഫോൾഡിംഗ് ഗേറ്റുമാണ് കൊടുത്തിട്ടുള്ളത്. GI സ്ക്വയർ ട്യൂബ് കൊണ്ട് CMC കട്ടിങ്ങുകൾ കൊടുത്ത് വളരെ മനോഹരമായി നിർമ്മിച്ചിട്ടുള്ള ഒരു ഫ്രണ്ട് ഗേറ്റാണ് ഈ വീടിനായി കൊടുത്തിട്ടുള്ളത്. ഏതൊരു വലിയ വാഹനത്തിനും കയറി വരാൻ സാധിക്കുന്ന രീതിയിലുള്ള വലിയ ഒരു ഫ്രണ്ട് ഗേറ്റാണ് ഈ വീടിനായി കിട്ടുന്നത്. ഈ വീടിൻ്റെ കോമ്പൗണ്ടിലേക്ക് കടന്നു വന്നാൽ മുറ്റം ടൈൽ പാകി വളരെ മനോഹരമാക്കിയിട്ടുള്ള ഒരു മുറ്റമാണ് നമുക്ക് കിട്ടുന്നത്. ഗ്രേ കളറിൽ ടൈൽ വർക്കുകൾ ചെയ്ത് അതിനിടയിൽ ആർട്ടിഫിഷ്യൽ ഗ്രാസുകൾ കൊടുത്ത് വളരെ മനോഹരമായി നിർമ്മിച്ചിട്ടുള്ള ഒരു ഫ്രണ്ട് മുറ്റമാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. മുറ്റത്ത് ഈ ഭാഗത്തായി ഏതൊരു വലിയ വാഹനത്തിനും പാർക്ക് ചെയ്യാൻ സാധിക്കുന്ന വിധത്തിലുള്ള ഒരു കവേർഡ് കാർ പോർച്ചാണ് നമുക്ക് ഈ വീടിൻ്റെ ഈ ഭാഗത്തായി കൊടുത്തിട്ടുള്ളത്. വീടിൻ്റെ മുറ്റത്തായി 1-2 വാഹനങ്ങൾക്ക് കൂടി പാർക്ക് ചെയ്യാൻ സാധിക്കുന്ന വിധത്തിലുള്ള ഒരു ഓപ്പൺ ഏരിയ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. വീടിൻ്റെ ചുറ്റിലും കടന്നു പോകുന്നതിന് വളരെ വീതി കൂടിയ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഏരിയ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. മെറ്റൽ വിരിച്ച് വളരെ മനോഹരമാക്കിയിട്ടുണ്ട്. ഈ ഭാഗത്തായി 2500 ലിറ്റർ ജലസംഭരണിയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതിന് പ്രത്യേകം ഒരു മോട്ടറും പിടിപ്പിച്ചിട്ടുണ്ട്. വെള്ളം 24 അവേഴ്സും നമുക്കിവിടെ ലഭിക്കുന്നതാണ്. ഈ വീടിൻ്റെ പ്രധാന ജലസ്രോതസ് കേരള വാട്ടർ അതോറിറ്റിയുടെ
പൈപ്പ് ലൈൻ കണക്ഷൻ തന്നെയാണ്. കിച്ചണിലേക്ക് ഗ്യാസ് കണക്ഷൻ എത്തിക്കുന്നതിന് വെളിയിലായി ഒരു കവർ ചെയ്ത സിലിണ്ടറുകൾ ലോക്ക് ചെയ്ത് വയ്ക്കുന്നതിന് പ്രത്യേകം ഇവിടെ സജ്ജീകരണം കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് വീടിൻ്റെ പിൻവശമായി കിട്ടുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഏരിയ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. വേണമെങ്കിൽ നമുക്കിവിടെ ഒരു അലക്കുകല്ല് സെറ്റ് ചെയ്യാവുന്നതാണ്. വാട്ടർ പോയിന്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. വീടിൻ്റെ ഇരുവശങ്ങളിലും മെറ്റലുകൾ പാകി വളരെ മനോഹരമാക്കിയിട്ടുള്ള ഒരു സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഏരിയ ചുറ്റിലും നമുക്ക് ലഭിക്കുന്നുണ്ട്. വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ മുൻഭാഗത്തായി സ്റ്റെപ്പുകളിൽ ഗ്രാനൈറ്റ് വിരിച്ച് വളരെ മനോഹരമാക്കി വെച്ചിട്ടുള്ള ഒരു സിറ്റ് ഔട്ടാണ് നമുക്ക് മുൻഭാഗത്തായി കിട്ടുന്നത്. 2 സ്റ്റെപ്പുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. വീടിൻ്റെ മുൻഭാഗത്തെ 2 തൂണുകളിലും ടെക്സ്ചർ വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട്. വളരെ മനോഹരമാക്കി പെയിൻറ്റിംഗ് വർക്കുകളെല്ലാം ചെയ്തിട്ടുള്ള ടെക്സ്ചർ വർക്കുകളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. സീലിങ്ങിൽ LED ലൈറ്റുകൾ കൊടുത്ത് വളരെ ഭംഗിയാക്കിയിട്ടുണ്ട്. ഈ വീട് പണി കഴിപ്പിച്ചിട്ടുള്ളത് വാസ്തുശാസ്ത്രപ്രകാരമാണ്. ഈ വീടിൻ്റെ ദർശനം വരുന്നത് വടക്കോട്ടാണ്. ഇനി നമുക്ക് വീടിനകത്തേക്ക് പ്രവേശിക്കാം. മുൻഭാഗത്തായി തേക്കിൽ പണി കഴിപ്പിച്ചിട്ടുള്ള ഒരു വലിയ ഒരു സിംഗിൾ ഡോറാണ് മുൻഭാഗത്തായി കൊടുത്തിട്ടുള്ളത്. വീടിനകത്തേക്ക് പ്രവേശിക്കാം. മനോഹരമായ ഒരു ഫോർമൽ ലിവിങ് ഏരിയയാണ് നമുക്ക് കടന്നു ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. വളരെ മനോഹരമായ ഒരു TV വാളാണ് കൊടുത്തിട്ടുള്ളത്. TV വാളിലെല്ലാം വുഡ് വർക്കിൻ്റെ ഒരു ടച്ചിങ് ആണ് കാണാൻ സാധിക്കുന്നത്. ബോക്സി ടൈപ്പിലുള്ള വുഡ് വർക്കിലാണ് ഈ TV യൂണിറ്റ് നിർമ്മിച്ചിട്ടുള്ളത്. വീടിൻ്റെ അകത്തളങ്ങൾ മനോഹരമാക്കുന്നതിന് ഫ്ലോറിങ്ങിന് വലിയൊരു പങ്കുണ്ട്. അകത്തേക്ക് കടന്നു ചെന്നാൽ വിശാലമായ ഒരു ഡൈനിങ് സ്പേസ് നമുക്ക് ഇവിടെയാണ് ലഭിക്കുന്നത്. വളരെ ഭംഗിയുള്ള ഒരു ഡൈനിങ് സ്പേസ് ഏരിയയാണ് നമുക്ക് ഈ ഭാഗത്തായി കിട്ടുന്നത്. ഡൈനിങ് സ്പേസിൻ്റെ മുകളിലായി സീലിംഗ് വർക്കുകൾ ചെയ്ത് LED ലൈറ്റുകൾ കൊടുത്ത് വളരെ മനോഹരമാക്കിയിട്ടുണ്ട്. വിശാലമായ ഈ ഡൈനിങ് ഏരിയയുടെ ഈ ഭാഗത്താണ് വാഷ് യൂണിറ്റ് കൊടുത്തിട്ടുള്ളത്. വളരെ ഭംഗിയുള്ള ഒരു വാഷ് യൂണിറ്റാണ് വുഡ് വർക്കിൽ ഇവിടെ പണി കഴിപ്പിച്ചിട്ടുള്ളത്. സീലിംഗ് എല്ലാം LED ലൈറ്റുകൾ കൊടുത്ത് വളരെ മനോഹരമാക്കിയിരിക്കുന്നു. ചുമരുകളിൽ ടെക്സ്ചർ വർക്കുകൾ കൊടുത്തിട്ടുണ്ട്. താഴെ ധാരാളം സ്റ്റോറേജ് ഏരിയ നമുക്കിവിടെ കിട്ടുന്നു. ഇവിടെയായി നമുക്ക് ഒരു ഓപ്പൺ കിച്ചണാണ് ലഭിക്കുന്നത്. ഓപ്പൺ കിച്ചൻ്റെ ഈ ഭാഗത്തായി ഒരു പാർട്ടീഷൻ വർക്കുകൾ ചെയ്തിട്ടുണ്ട്. ജാലി വർക്കുകളിൽ കട്ടിങ്ങുകൾ കൊടുത്ത് വളരെ മനോഹരമാക്കിയിട്ടുണ്ട്. ഇവിടെയാണ് ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് കിച്ചണിലേക്ക് കടക്കാം. ഈ വീടിൻ്റെ ഏറ്റവും മനോഹരമായ ഒരു ഭംഗിയുള്ള ഒരു ഏരിയയാണ് കിച്ചൺ ഏരിയ. ഈ വീടിൻ്റെ കിച്ചൺ വളരെ മനോഹരമായിട്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഒരു ക്ലാസിക് മോഡേൺ രീതിയിലാണ് ഈ കിച്ചൺ നിർമ്മിച്ചിട്ടുള്ളത്. ഒരു L ഷേപ്പിലാണ് ഇവിടെ കിച്ചൺ ടോപ്പായി കൊടുത്തിട്ടുള്ളത്. ഗ്രാനൈറ്റ് ആണ് കിച്ചൺ ടോപ്പായി യൂസ് ചെയ്തിട്ടുള്ളത്. മുകളിൽ സീലിംഗ് വർക്കുകൾ ചെയ്ത് വളരെ ഭംഗിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് വർക്ക് ഏരിയയിലേക്ക് പോകാം. ഒരു സെക്കൻഡ് കിച്ചൺ എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെയും കിച്ചൺ ടോപ്പ് ഗ്രാനൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയായി ഒരു സിങ്ക് കൊടുത്ത് ധാരാളം സ്റ്റോറേജ് ഏരിയ താഴെയും കൊടുത്ത് വളരെ മനോഹരമാക്കി തീർത്തിട്ടുള്ള ഒരു സെക്കൻഡ് കിച്ചൺ ഇവിടെ കിട്ടുന്നുണ്ട്. വെളിയിലേക്ക് പോകുന്നതിനായി ഒരു എൻട്രൻസ് ഇവിടെയും കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഒന്നാമത്തെ ബെഡ്റൂമിലേക്ക് കടക്കാം. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള മനോഹരമാക്കി തീർത്ത് വച്ചിട്ടുള്ള ഒരു ഒന്നാമത്തെ ബെഡ്റൂമാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഇവിടെയായി 3 പാളികളിൽ പണി കഴിപ്പിച്ചിട്ടുള്ള
ധാരാളം സ്റ്റോറേജ് ഏരിയ കിട്ടുന്ന രീതിയിൽ വാൾഡ്രോബുകളാണ് ഇവിടെ ചെയ്തു വച്ചിട്ടുള്ളത്. ഇവിടെയായി ഒരു ഡ്രസ്സിംഗ് യൂണിറ്റ് സെപ്പറേറ്റ് ആയി ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ ബെഡ്റൂമിൻ്റെ വാഷ്റൂമിൻ്റെ സ്ഥാനം ഇവിടെയാണ്. ഇനി നമുക്ക് മുകളിലത്തെ നിലയിലേക്ക് പോകാം. സ്റ്റെപ്പുകളിൽ ഗ്രാനൈറ്റ് വിരിച്ച് വളരെ മനോഹരമാക്കിയിട്ടുള്ള ഒരു സ്റ്റെയർ കേസും സ്റ്റെയർ കേസിൻ്റെ ഹാൻഡ് റെയിലായി വുഡ് വർക്കിൽ ഹാൻഡ് റെയിൽ പണി കഴിപ്പിച്ച് അതിനടിയിൽ ടഫ്ലൻ ഗ്ലാസ് കൊടുത്ത് വളരെ മനോഹരമാക്കി തീർത്തിട്ടുള്ള ഒരു സ്റ്റെയർ കേസാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. മുകളിലേക്ക് കടന്നു വന്നാൽ ഒരു അപ്പർ ലിവിങ് ഏരിയ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു അപ്പർ ലിവിങ് ഏരിയയാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഇവിടെയാണ് രണ്ടാമത്തെ ബെഡ്റൂം, അതായത് മുകളിലത്തെ നിലയിലെ ആദ്യത്തെ ബെഡ്റൂം. ഈ ബെഡ്റൂമും നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം തന്നെയാണ്. രണ്ട് പാളികളിലായി വാൾഡ്രോബുകൾ കൊടുത്ത് ധാരാളം സ്റ്റോറേജ് ഏരിയ ഇതിനകത്ത് കിട്ടുന്നു. ഇവിടെയായി ഒരു ഡ്രസ്സിംഗ് ഏരിയ കിട്ടുന്നു. ഈ ബെഡ്റൂമിൻ്റെ വാഷ്റൂമിൻ്റെ സ്ഥാനം ഇവിടെയാണ്. ഈ ബെഡ്റൂമിൽ നിന്ന് നമുക്ക് ഫ്രണ്ട് ബാൽക്കണിയിലേക്ക് ഒരു എൻട്രൻസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് ഫ്രണ്ട് ബാൽക്കണിയായി നമുക്ക് കിട്ടുന്നത്. സ്റ്റീലിൻ്റെ സ്ക്വയർ ട്യൂബ് കൊടുത്ത് അതിനടിയിൽ ഡിസൈൻ വർക്ക് ചെയ്തിട്ടുള്ള ടഫ്ലൻ ഗ്ലാസ് ആണ് ഹാൻഡ് റെയിലായി കൊടുത്തിട്ടുള്ളത്. മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് കടക്കാം. ഇതാണ് മൂന്നാമത്തെ ബെഡ്റൂമിൻ്റെ സ്ഥാനം. വാൾഡ്രോബ് ധാരാളം സ്റ്റോറേജ് ഏരിയ നമുക്ക് നൽകുന്നുണ്ട്. ഇവിടെയാണ് ഡ്രസ്സിംഗ് യൂണിറ്റ് കൊടുത്തിട്ടുള്ളത്. മുകളിലും സീലിംഗ് വർക്കുകളെല്ലാം ചെയ്ത് LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. മൂന്നാമത്തെ ബെഡ്റൂമിൻ്റെ വാഷ്റൂമിൻ്റെ സ്ഥാനം ഇവിടെയാണ്. ഇനി നമുക്ക് ഈ വീടിൻ്റെ യൂട്ടിലിറ്റി ഏരിയയിലേക്ക് കടക്കാം. ഇവിടെയായി നമുക്കൊരു യൂട്ടിലിറ്റി ഏരിയ കിട്ടുന്നുണ്ട്. ഡ്രസ് വർക്കെല്ലാം ചെയ്ത് വളരെ മനോഹരമായി വച്ചിട്ടുള്ള, ഫ്ലോറിങ്ങിൽ ടൈൽ വർക്കുകളെല്ലാം ചെയ്ത് വച്ചിട്ടുള്ള സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു യൂട്ടിലിറ്റി ഏരിയയാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഈ യൂട്ടിലിറ്റി ഏരിയയുടെ ഈ ഭാഗത്തായി നമുക്ക് വാഷിംഗ് മെഷീൻ്റെ സ്ഥാനം ഇവിടെയാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ മുകളിലേക്ക് പോകുന്നതിന്, ഓപ്പൺ ടെറസിലേക്ക് പോകുന്നതിനായി ഒരു സ്റ്റീലിൻ്റെ സ്റ്റെയർ കേസ് ഇവിടെയും കൊടുത്തിട്ടുണ്ട്. എറണാകുളം ജില്ലയിൽ കൂനമ്മാവിനടുത്ത് കൊങ്ങോർപ്പള്ളി എന്ന ലൊക്കേഷനിൽ ബസ് റൂട്ടിൽ നിന്ന് വെറും 250 മീറ്ററിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഈ വീട് 4.5 സെൻറ്റ് സ്ഥലത്ത് 1570 സ്ക്വയർ ഫീറ്റിൽ 3 അറ്റാച്ച്ഡ് ബെഡ്റൂമുകളോട് കൂടി വളരെ മനോഹരമായി ഇൻറ്റീരിയർ വർക്കുകളെല്ലാം ചെയ്തിട്ടുള്ള ഒരു അടിപൊളി വീടാണ്. ഈ വീടിന് ഉടമ ചോദിക്കുന്ന വില 68 ലക്ഷം രൂപയാണ്. വില സ്ലൈറ്റ്ലി നെഗോഷ്യബിളാണ്. 10 ലക്ഷം രൂപ നിങ്ങളുടെ കയ്യിൽ ഡൗൺ പേയ്മെൻറ്റായി എടുക്കുവാനുണ്ടെങ്കിൽ 80% ലോണോടുകൂടി ഈ വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ്. നിങ്ങൾ യൂട്യൂബ് ചാനലിൽ കയറി മെട്രോലാൻഡ് റിയൽറ്റേഴ്സ് ആൻഡ് ഹോം കെയർ എന്ന് ടൈപ്പ് ചെയ്യുക. അവിടെ വില കുറഞ്ഞതും ബഡ്ജറ്റ് ഫ്രണ്ട്ലിയുമായ സാധാരണക്കാർക്ക് പറ്റിയ നിരവധി വീഡിയോകൾ അവിടെ കാണാൻ സാധിക്കും. വീഡിയോകൾ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയോ ലൈക്ക് ചെയ്യുകയോ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തു കൊടുക്കുകയോ ചെയ്യുക. ഈ ചാനൽ നിങ്ങൾക്കോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ തീർച്ചയായും ഉപകാരപ്പെടും. നിങ്ങൾക്ക് മറ്റൊരു വീടോ സ്ഥലമോ കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടിയോ ആണ് വേണ്ടതെങ്കിൽ, നിങ്ങളുടെ മറ്റേതെങ്കിലും ഒരു പ്രോപ്പർട്ടി വിൽപ്പനയ്ക്കായി ഉണ്ടെങ്കിൽ ഇതുപോലെ ചിത്രീകരിച്ച് ഞങ്ങളുടെ ചാനലിൽ അഡ്വർടൈസ് ചെയ്യുന്നതിന് താല്പര്യമുണ്ടെങ്കിൽ
തീർച്ചയായും ഞങ്ങളുടെ നമ്പറിൽ വിളിക്കാവുന്നതാണ്. മറ്റൊരു പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ വീഡിയോയും മുഴുവനായി കാണുക. ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും OLXിലും ഞങ്ങളുടെ പേജ് ഫോളോ ചെയ്യാനും മറക്കാതിരിക്കുക. നമസ്കാരം.